ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് റിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറാംകോയിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ചോദിക്കുന്ന കാൽക്കുലേഷൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ നേരെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. റെഫർ ടു ദ ഡ്രോയിങ് ഗ്രോവ് 80750 ബി ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ലോഡ് ടു ബി ലിഫ്റ്റഡ്? ഇതിലെ ചോദ്യം ആകെ ഉയർത്തേണ്ട ഭാരം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ മാത്രമാണ് ഇതിനകത്തുള്ളത് കൊടുത്തിട്ടുള്ളത് ഫുള്ള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ടത്. അതെങ്ങനെ കണ്ടെത്തുന്ന നോക്കാം. ഇതിനകത്ത് എത്ര ടണ്ണുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് മാത്രം ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് എത്ര ടണ്ണ് എത്ര മീറ്ററിൽ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ മാക്സിമം ഇതൊന്നും ചോദിച്ചിട്ടില്ല അവർ. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് ഇതിൻ്റെ റേഡിയസോ കാര്യങ്ങളോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് ലോഡ് വെയിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും 5750 എന്ന് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. 5750 കിലോയാണ് ഇതുള്ളത്. പിന്നെ അതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട്, റിഗ്ഗിങ് എക്യുപ്മെൻറ്റ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് 60 kg ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ടിക്ക് വരുന്നിടത്ത് നമ്മൾ ആ ടിക്ക് വരുന്ന വേണം നമ്മൾ എടുക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ ടിക്ക് വരുന്നിടത്ത് പവർ പിൻ ഫ്ലൈയുടെ നമ്മൾ എപ്പോഴായാലും നമ്മൾ ഒഴിവാക്കണം, നമുക്ക് ആവശ്യമില്ലത്. ബാക്കിയുള്ള നമ്മൾ ഈ ടിക്ക് വരുന്നതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്ക് നമുക്ക് എന്താ നോക്കാം. ഇതിപ്പോൾ ലോഡ് കൊടുത്തിട്ടുണ്ട് 5.25 ടണ്ണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിഗ്ഗിങ് എക്യുപ്മെൻറ്റ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് 60 kg. അത് സ്ലിങ്ങിൻ്റെ കാര്യങ്ങളും അതെല്ലാം ഡീഷകളെല്ലാം കൂടിയാണ് 60 kg വരുന്നത്. അതുപോലെ സ്റ്റോവേഡ് സ്വിങ് വേ കൊടുത്തിട്ടുണ്ട് 9.7. ഇത് നമ്മൾ ലോഡ് ചാർട്ടിനകത്തുള്ള പേപ്പറുണ്ട്. ആ പേപ്പറിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇതിൻ്റെ എത്ര കിലോ ഉണ്ടെന്നെല്ലാം നമുക്ക് കിട്ടും. അത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതുപോലെ പിന്നെ കൊടുത്തേക്കുന്നത് നമുക്ക് ഈ ടിക്ക് കൊടുത്തേക്കുന്നത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ പവർ പിൻ ഫ്ലൈ വരുമ്പോൾ നമുക്കത് ഒഴിവാക്കണം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് കൊടുത്തേക്കുന്നത് 36.3 MD 4 ഷീവ് W ചെക്ക് പ്ലേറ്റ്, അതായത് വിത്ത് ചെക്ക് പ്ലേറ്റ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് അടുത്ത് കൊടുത്തേക്കുന്നത് ആക്സിലറി ബൂം നോസ്. ആക്സിലറി ബൂം നോസ് എന്നവിടെ അതുകൊണ്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ആക്സിലറി ഹുക്കിൻ്റെ ഷീവ് അടക്കം വരുന്ന ബൂമേൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്ന ഷീവ് അടക്കം വരുന്ന സെറ്റില്ല, അതിനാണ് ഈ ആക്സിലറി ബൂം നോസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് 9.1 ഹെഡ് എഗ് ബോൾ. അതായത് 9.1 ഹെഡ് എഗ് ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഈ ആക്സിലറി ഹുക്കിൻ്റെ മുകളിൽ ഒരു റൗണ്ട് ആയിട്ടൊരു സംഭവം കാണും. അതായത് ഇതൊരു ഹുക്കിൻ്റെ താഴത്തെ ഹുക്കാണിത്. ഇതിന് മുകളിൽ വരുന്ന ഇത് മെയിൻ ഹുക്ക് അവിടത്തേക്ക്. എങ്കിലും ഇതൊരു ആക്സിലറി ആണെങ്കിൽ തന്നെ ഇതിന് മുകളിൽ വരുന്ന ഒരു റൗണ്ട് ആയിട്ട് ഒരു ബോൾ പോലെ സൗണ്ട്, അതിനാണ് ഇവർ പറയുന്ന ഹെഡ് ഏക്ക് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാനുള്ളത് 8750 ആണ് നമ്മുടെ ലോഡ് ചാർട്ട് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ലോഡ് ചാർട്ടിലാണ് നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതാണ് 750 ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സൈഡിൽ നമുക്കിതുപോലെ എല്ലാം കൊടുക്കുന്നത് 9.7 അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മളിത് വേണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന് ആൻസർ നമുക്ക് കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാൻ കണ്ടെത്തുന്നത്. ആദ്യം കൊടുത്തിരുന്ന വെയിറ്റ് 5.25 കൊടുത്തേക്കുന്നത്. അതായത് 5 3/4 ആണ് കൊടുത്തേക്കുന്നത്. 5750 എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മളിതിനകത്ത് ടൈപ്പ് ചെയ്യണം. ഒരു കാൽക്കുലേറ്റർ എടുക്കുക. നമ്മൾ എന്നിട്ട് അതിനകത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കാൽക്കുലേറ്ററൊക്കെ തരുന്നതാണ്. നമ്മൾ ആ കാൽക്കുലേറ്റർ വേണം നമുക്ക് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്തി നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളത് ഓക്കെ കൊടുക്കാൻ വേണ്ടി. നമുക്ക് അറാംകോ എക്സാമിന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഇതേപോലെ തന്നെ 4 ഓപ്ഷൻ തരും. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു കാൽക്കുലേറ്റർ തരും, ട്രയാങ്കിൾ, പെൻസിൽ, പേപ്പർ എല്ലാം തരുന്നതാണ്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മളിതുപോലെ കാൽക്കുലേറ്റ് 5 3/4 ആണ്. അതായത് 5750 kg ആണ്. നമ്മൾ ആദ്യം 5750 kg എന്ന് അടിക്കാം. 5750 പ്ലസ് ഇത് നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടതെല്ലാം. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ ഇതിനകത്ത് അടുത്ത് വന്നേക്കുന്നത് റിഗ്ഗിങ് എക്യുപ്മെൻറ്റ് വെയിറ്റ്. അതായത് റിഗ്ഗിങ് എക്യുപ്മെൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡി ഷൈക്കിൾ, അതിൻ്റെ സ്ലിങ് അല്ല ബെൽറ്റാണ് ബെൽറ്റ്, അതെല്ലാം കൂടെ വരുന്നതാണ്. ഒരു 60 kg കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പ്ലസ് 60 kg കൂടെ കൂട്ടി, അതുപോലെ പിന്നെ പ്ലസ് കൊടുത്തു. പിന്നെ അടുത്ത് വന്നേക്കുന്നത് സ്റ്റോവേഡ് സിങ് വേ 9.7 ആണ് വന്നേക്കുന്നത്. അത് സ്റ്റോവേഡ് സിങ് വേ 9.7 നമ്മളപ്പോൾ ഏറ്റവും നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് 9.7 മീറ്റർ. അപ്പോൾ നമ്മൾ ഇത് വേണം സ്റ്റോവേഡ് ഇറക്റ്റഡ്. അപ്പോൾ നമ്മൾ സ്റ്റോവേഡ് നോക്കണം എത്ര, 323 kg ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്യാം 323 പ്ലസ് അടുത്ത് കൊടുത്തേക്കുന്നത് സ്റ്റോവേഡ് കഴിഞ്ഞ് പിന്നെ കൊടുത്തേക്കുന്നത് പവർ പിൻ ഫ്ലൈ സ്റ്റോവേഡാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പവർ പിൻ ഫ്ലൈ നമുക്ക് എവിടെ ആയാലും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമ്മളത് ഒഴിവാക്കിയേക്കാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. ടിക്ക് കൊടുത്തിരിക്കും, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അടുത്തത് നമുക്ക് നോക്കാം 36.3 MD 4 ഷീവ് W ചെക്ക് പ്ലേറ്റ്, അതായത് വിത്ത് ചെക്ക് പ്ലേറ്റ് എന്നാണ്. ഇതിനകത്ത് മേളിൽ തന്നെ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് 36.3 MD 4 ഷീവ്. അപ്പോൾ ഇതിനകത്ത് ചെക്ക് പ്ലേറ്റ് ഇല്ല. അപ്പോൾ ഇതിനകത്താണ് ചെക്ക് പ്ലേറ്റ് ഉള്ളത്. ചെക്ക് പ്ലേറ്റ് ഉള്ളിടത്താണ് ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ചെക്ക് പ്ലേറ്റ് ഉള്ളത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി.
36.3 4 ഷീവ് വിത്ത് ചെക്ക് പ്ലേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ടണ്ണ് കിലോ നോക്കി കഴിഞ്ഞാൽ 499 kg. 499 kg പ്ലസ്. അപ്പോൾ അടുത്ത് വന്നേക്കുന്നത് ആക്സിലറി ബൂം നോയ്സ്, അത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര നോക്കാം. അത് ആക്സിലറി ബൂം നോയ്സ് 65 kg ആണ്. 65 kg പ്ലസ്. അടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് വന്ന് 9.1 ഹെഡ് ഏക്ക് ബോൾ, അതായത് അത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 9.1 ഹെഡ് ഏക്ക് ബോൾ വന്നേക്കുന്നത് 254 kg. അപ്പോൾ അതോടെ ടൈപ്പ് ചെയ്യാം. 254 പ്ലസ്. നമുക്ക് ഇതിവിടെ കൊടുത്തിരുന്ന എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വെയിറ്റ് ആണ് 6951 kg. എത്ര ലോഡ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരുന്നത്. അതായത് ഇപ്പോൾ അതിനകത്ത് അവർ ലിഫ്റ്റ് ചെയ്യേണ്ട ലോഡ് വെയിറ്റും അതുപോലെ സ്ലിങ്ങിൻ്റെ അത് ഫുള്ള് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളത് ഫുള്ള് കണക്കൂട്ട് വേണം. അപ്പോൾ അവർ ലിഫ്റ്റ് എത്ര കിലോ ചെയ്യണം എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകളുണ്ട്. ഏതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, ഏതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ മനസ്സിലാവും. കാര്യം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എല്ലാ വീഡിയോയ്ക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം പോകും. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്നത് 6951 അപ്പോൾ ഈ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. കറക്റ്റാണ്. എ ആണ് 6951 kg. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തുന്ന ഈ രീതിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ഇത് ഒരു പടവ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഈ ഒരു ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന 6951 kg എന്നാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് 6951 LBS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ 6951 കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ഈ LBSൻ്റെ അവിടെ നമ്മൾ ഒരു കാരണവശാലും ടിക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും KG-യിലാണ് നമ്മൾക്ക് എടുത്തേക്കുന്നത്. കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നത് നമുക്കെല്ലാം KG-യിലാണ്, നമുക്ക് ടണ്ണിലാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും KG-യിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും LBS ടിക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ആൻസർ KG തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റെഫർ ടു ദ ഡ്രോയിങ് ഗ്രോവ് AT750 VE ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ലോഡഡ് ബൂം ആംഗിൾ അറ്റ് ദ മിനിമം റേഡിയസ് ഓഫ് ദി ലിഫ്റ്റ് ഷോൺ. അവർ ചോദിച്ചേക്കുന്ന മിനിമം റേഡിയസിൽ ലോഡഡ് ബൂം ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിമം റേഡിയസിലുള്ള ലോഡഡ് ബൂം ആംഗിൾ നോക്കാം. അപ്പോൾ ഇവർ അതിനകത്ത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് 21 ടിപ്പ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ 40 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് തന്നെ ബൂം ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവർ ബൂം ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 40 പിന്നെ അവരൊരു റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൂം ആംഗിൾ നമുക്ക് തന്നതിൻ്റെ പേര് നമ്മളൊരു കാരണവശാലും നമ്മൾ ഈ ബൂം ആംഗിൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ വന്നേക്കുന്നത് ബൂം ആംഗിളാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് വേറൊരു ബൂം ആംഗിൾ ഇതിനുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. കാര്യം ഒരു ബൂം ആംഗിൾ തന്നിട്ടുണ്ട്, അതുപോലെ അവർ 21 ടിപ്പ് ഹൈറ്റ് തന്നിട്ടുണ്ട്, 10 റേഡിയസ് തന്നിട്ടുണ്ട്. ഇവരിപ്പോൾ 40 ബൂം ആംഗിൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 40 ആകും എന്ന് വെച്ചുകൊണ്ട് നമ്മളൊരു കാരണവശാലും ചിലപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനകത്ത് ചിലപ്പം ഈ 40 ബൂം ആംഗിൾ കൊടുത്തിട്ടുണ്ടാകും. നമ്മളൊരു കാരണവശാലും അത് ടിക്ക് ചെയ്തിടല്ലേ. അപ്പോൾ നമ്മൾ നോക്കാനുള്ള കാര്യം 21 മീറ്റർ ടിപ്പ് ഹൈറ്റും നമുക്ക് തരുന്ന റേഡിയസായിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ബൂം ലെങ്ത് കണ്ടിട്ട് ആ ബൂം ലെങ്തിൽ 10 മീറ്റർ റേഡിയസിൽ പോയിട്ട് നമ്മളതിനെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ 40 ഡിഗ്രി വെച്ചിട്ട് 21 മീറ്റർ ടിപ്പ് ഹൈറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. കാര്യം അത് മിനിമം റേഡിയസ് ആകത്തില്ല. അതൊരു 18 മീറ്റർ റേഡിയസിലാണിത് നമുക്ക് വെച്ച് ട്രയാങ്കിൾ വെച്ചാൽ നമുക്ക് കിട്ടുന്നത്. 21 ടിപ്പ് ഹൈറ്റ് എടുക്കുക, 21 ടിപ്പ് ഹൈറ്റും 10 മീറ്റർ റേഡിയസും. എന്നിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ബൂം ലെങ്ത് എത്ര അത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ലോഡ് ചാർട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഡിഗ്രി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ നോക്കാനുള്ളത് AT750 ഡയഗ്രാം എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഡയഗ്രാം എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. 21 ടിപ്പ് ഹൈറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 21 ടിപ്പ് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. 12, 14, 16, 18, 20, 22-ഉം 20-ന് ഇടയ്ക്കാണ് 21 വെച്ചേക്കുന്നത്. കാര്യം 21 എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനിടയിൽ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമുക്ക് 10 മീറ്റർ റേഡിയസാണ് നമുക്ക് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ 10 മീറ്റർ റേഡിയസ് വെച്ചിട്ടുണ്ട്. ഇത് 4, 6, 8, 10. അപ്പോൾ ഇത് 10 മീറ്ററാണ് റേഡിയസാണ് വെച്ചേക്കുന്നത്. നമ്മൾ ആ കറക്റ്റായിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ എപ്പോഴും നമ്മൾ കറക്റ്റ് ലൈനിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ബൂം ലെങ്ത് ആണ് നമുക്ക് ഇതിന് ആദ്യം കണ്ടെത്താനുള്ളത്. ഇതിൻ്റെ കറക്റ്റ് കോർണർ വന്നേക്കുന്നത് 21.3 മീറ്റർ ബൂം ലെങ്ത്തിലാണ് വന്നേക്കുന്നത്. ഈ കറക്റ്റ് കോർണർ വന്നേക്കുന്നത്
നമ്മളെപ്പോഴും ലോഡ് ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാം ആയാലും ഏത് ക്രെയിനാണ് നമുക്ക് തരുന്നത് അത് തന്നെ നമ്മൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബൂം ലെങ്ത് കിട്ടിയിട്ടുണ്ട് 21.3. അപ്പോൾ 21.3 10 മീറ്റർ റേഡിയസ്. അപ്പോൾ നമ്മൾ 21.3 ലോഡ് ചാർട്ടിൽ നമുക്ക് നോക്കാം എത്രയാണ് അതിൻ്റെ ഡിഗ്രി വരുന്നത് നോക്കാം. 10 മീറ്ററിൽ 21 ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഗ്രോവ് 750 ആണ്. 21.3 നമുക്ക് ബൂം ലെങ്ത് കിട്ടിയത്. 21.3 നമ്മൾ നേരെ താഴോട്ട് വരിക. നമുക്ക് 10 മീറ്റർ റേഡിയസിൽ 10 മീറ്റർ റേഡിയസിൽ നമുക്ക് എത്ര ബൂം ആംഗിളാണെന്ന് നമുക്ക് നോക്കാം. 21.3 നമ്മൾ താഴോട്ട് വന്നു. ഇത് 10 റേഡിയസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 21.3 നേരെ താഴെ വന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ബൂം ആംഗിളാണ് കിട്ടിയിരിക്കുന്നത് 58.5. ഈ 58.5 ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആൻസറാണ് 58.5. അപ്പോൾ ഇത് ഡിഗ്രി കാണുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിന് കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.